ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ, പുതിയൊരു വർഷം നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ അടുക്കളയിലെയും വീടിന്റെയും തിരക്കിനിടയിൽ നമ്മൾ അമ്മമാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ചെയ്യണ്ടേ? അതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. എന്താണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ? ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഈ വർഷം ലക്ഷ്യമിടുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു ഉടമ്പടിയാണത്. കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടതിനെയോ ചെയ്യാൻ കഴിയാതെ ഇരുന്നതിനെയോ ഓർത്ത് വിഷമിക്കാതെ മുന്നോട്ടു പോകാനുള്ള ഒരു പ്ലാൻ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാൽ എന്താണെന്ന് നോക്കിയാലോ? റെസൊല്യൂഷൻ എന്നാൽ തീരുമാനം അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ വർഷങ്ങളായി വീട്ടിലെ ജോലികൾക്ക് പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ പഠനം, ഭർത്താവിന്റെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ്. റെസൊല്യൂഷൻ ചെയ്യുമ്പോൾ ഈ വർഷം ഞാൻ എന്നെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വെക്കും എന്ന ഒരു ദൃഢമായ തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്. റെസൊല്യൂഷൻ എന്നത് വെറുതെ ഒരു ആഗ്രഹം പറയുന്നതല്ല. അത് അളക്കാൻ കഴിയുന്നതും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതുമായ ലക്ഷ്യങ്ങളായിരിക്കണം. ഉദാഹരണത്തിന്, ഞാൻ ശരീരഭാരം കുറയ്ക്കും എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. ഞാൻ അടുത്ത 3 മാസത്തിനുള്ളിൽ 3 കിലോ കുറയ്ക്കാൻ എല്ലാ ദിവസവും 30 മിനിറ്റ് നടക്കും എന്നുള്ളത് ഒരു റെസൊല്യൂഷനാണ്. ഇതാണ് ആഗ്രഹവും റെസൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായി റെസൊല്യൂഷനിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം. അമ്മമാർ എന്ന നിലയിൽ നമുക്ക് പ്രധാനമായും 4 മേഖലകളിൽ ശ്രദ്ധ കൊടുക്കാം. 1. ആരോഗ്യം, ഹെൽത്ത്. 2. വ്യക്തിപരമായ വളർച്ച, പേഴ്സണൽ ഗ്രോത്ത്. 3. ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. 4. സാമ്പത്തിക ഭദ്രത, ഫിനാൻഷ്യൽ ഗോൾ. നമ്മുടെ ആദ്യത്തെ റെസൊല്യൂഷൻ, ഏറ്റവും പ്രധാനം ആരോഗ്യം. നമ്മൾ അമ്മമാർ വിചാരിക്കുന്നത് അടുക്കളയിലെ ജോലി തന്നെ വലിയ വ്യായാമമാണ് എന്നാണ്. പക്ഷേ മനസ്സിനും ശരീരത്തിനും വേണ്ടി നമ്മൾ ബോധപൂർവം സമയം കണ്ടെത്തണം. നിങ്ങളുടെ ആരോഗ്യം നന്നായിരുന്നാൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ട കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ കഴിയൂ. ഇതിനായി നമുക്ക് 2 റെസൊല്യൂഷനുകൾ എടുക്കാം. 1. ശാരീരിക ആരോഗ്യം. 2. മാനസികാരോഗ്യം. ആദ്യം ശാരീരിക ആരോഗ്യം. എന്റേത് മാത്രമായ 30 മിനിറ്റ് നമ്മുടെ ലക്ഷ്യം. എല്ലാ ദിവസവും 30 മിനിറ്റ് സമയം നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രം നീക്കിവെക്കുക എന്നതാണ്. രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു 20 മിനിറ്റ് വേഗത്തിലുള്ള നടത്തമാകാം. അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് യൂട്യൂബിൽ നോക്കി ചെയ്യാൻ കഴിയുന്ന ലളിതമായ യോഗാഭ്യാസങ്ങളാകാം. ശരീരഭാരം കൂടുതലുള്ളവരും വേദനയുള്ളവരും ആദ്യത്തെ ഒരാഴ്ച 10 മിനിറ്റ് മാത്രം നടന്നു തുടങ്ങുക. പതിയെ അത് 30 മിനിറ്റിലേക്ക് എത്തിക്കുക. സ്ഥിരമായി ഇത് ചെയ്താൽ നിങ്ങളുടെ ശരീരവേദന കുറയും. ഓർക്കുക, ഈ 30 മിനിറ്റ് സമയം വീട്ടിലെ ജോലിയെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. 2. മാനസികാരോഗ്യം, അതായത് മനസ്സിനുള്ള ശാന്തമായ ബ്രേക്ക്. നമ്മൾ അമ്മമാർക്ക് പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിലും പഠനത്തിലും ഭർത്താവിന്റെ ജോലിയെക്കുറിച്ചുമെല്ലാം വലിയ സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദം കുറയ്ക്കാൻ മാനസികാരോഗ്യവും ഒരു റെസൊല്യൂഷൻ ആകണം. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് മൊബൈൽ മാറ്റിവെച്ച് കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്ന 5 മിനിറ്റ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ ശീലമാക്കുക. ഈ 5 മിനിറ്റ് സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇതൊരു സെൽഫ് കെയർ ആണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമായെങ്കിൽ മാത്രമേ അടുത്ത ദിവസം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയൂ. അതുപോലെ ആരോഗ്യകരമായ ശീലങ്ങൾ തുടങ്ങുക. വൈകുന്നേരം 7 മണിക്ക് ശേഷം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കില്ല തുടങ്ങിയ നല്ല ശീലങ്ങൾ ആരംഭിക്കുക. ഈ ആരോഗ്യ റെസൊല്യൂഷനുകൾ നിങ്ങളുടെ പുതുവർഷത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമതായി വ്യക്തിപരമായ വളർച്ച, പേഴ്സണൽ ഗ്രോത്ത്. ഒരുപാട് കാലമായി നമ്മൾ കരിയർ ബ്രേക്ക് എടുത്തവർ ഉണ്ടാകാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടിയില്ലല്ലോ എന്നൊരു വിഷമം ചിലപ്പോൾ മനസ്സിൽ വരാം. പക്ഷേ ഈ ചിന്തകളെ മാറ്റാനുള്ള സമയമാണിത്. നമുക്ക് പുതിയ കഴിവുകൾ നേടാനും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും പുതിയ വർഷം ഉപയോഗിക്കാം. ഇതിനായി നമുക്ക് 2 ശക്തമായ റെസൊല്യൂഷനുകൾ എടുക്കാം. 1. എൻ്റെ ലക്ഷ്യത്തിനുള്ള 1 മണിക്കൂർ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭാവിക്ക് വേണ്ടി 1 മണിക്കൂർ എങ്കിലും എല്ലാ ദിവസവും കണ്ടെത്തുക എന്നതാണ്. നിങ്ങൾക്ക് PSC പരീക്ഷയിൽ വിജയിക്കണം എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് സമയം കണ്ടെത്തുന്നത് പോലെ
എല്ലാ ദിവസവും രാത്രി കുട്ടികൾ ഉറങ്ങിയ ശേഷം 1 മണിക്കൂർ നിങ്ങളുടെ പഠനത്തിനായി മാത്രം മാറ്റിവെക്കുക. ആ സമയത്ത് മൊബൈൽ, അടുക്കളയിലെ ജോലികൾ എന്നിവയെല്ലാം മാറ്റിവെക്കണം. നിങ്ങൾ മറ്റു ജോലികൾ ചെയ്യുന്ന അമ്മയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന പുതിയ കമ്പ്യൂട്ടർ സ്കില്ലുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ഭാഷ പഠിക്കാനോ ഈ 1 മണിക്കൂർ ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ മോംസ് ഓഫ് ഏഞ്ചൽസ് ചാനലിൽ തരുന്ന പോലെയുള്ള പുതിയ അറിവുകൾ നേടാനോ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. ഈ 1 മണിക്കൂർ സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ്. രണ്ടാമതായി, മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്ന വായന. നമ്മുടെ വിഷമങ്ങളും സമ്മർദ്ദങ്ങളും കുറയ്ക്കാനും നമ്മളെ പ്രചോദിപ്പിക്കാനും വായന സഹായിക്കും. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാൻ തീരുമാനിക്കുക. ഒരുപാട് വായിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 5 പേജുകൾ മാത്രം വായിച്ചാൽ മതി. അപ്പോൾ 1 മാസം കൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം പൂർത്തിയാക്കും. വായനയിലൂടെ നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഒപ്പം നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയുകയും ചെയ്യും. ഈ 2 റെസൊല്യൂഷനുകളും നിങ്ങളുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാനും നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും സഹായിക്കും. മൂന്നാമത്തെ മേഖലയാണ് ബന്ധങ്ങൾ അഥവാ റിലേഷൻഷിപ്പ്. അതായത് ഭർത്താവും കുട്ടികളുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രദ്ധിക്കാം. വീട്ടിലെ തിരക്കിനിടയിൽ നമ്മൾക്ക് പരസ്പരം സംസാരിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും ചിലപ്പോൾ സമയം കിട്ടാറില്ല. ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാകും. പുതിയ വർഷത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ നമുക്ക് 2 തീരുമാനങ്ങൾ എടുക്കാം. റെസൊല്യൂഷൻ 1, മൊബൈൽ ഫ്രീ 20 മിനിറ്റ്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു 20 മിനിറ്റ് സമയം നിങ്ങൾ ഭർത്താവിന്റെ കൂടെ മാത്രം ചെലവഴിക്കുക. ആ സമയത്ത് മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും മാറ്റിവെക്കണം. ഈ 20 മിനിറ്റിൽ ദിവസത്തെ പ്രശ്നത്തെക്കുറിച്ചോ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചോ സംസാരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, പഴയ നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ നാളത്തെ പ്ലാനുകൾ എന്നിവയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് തുടരുമ്പോൾ നിങ്ങളുടെ പരസ്പരമുള്ള അടുപ്പം വർദ്ധിക്കുകയും കാര്യങ്ങൾ തുറന്നു സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. റെസൊല്യൂഷൻ 2, കുട്ടികൾക്കായുള്ള സമ്മർദ്ദരഹിത സമയം. നമ്മുടെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും വാശി പിടിക്കലുമെല്ലാം നമുക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഈ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ വർഷം ഒരു റെസൊല്യൂഷൻ എടുക്കാം. എല്ലാ ദിവസവും രാത്രി 15 മിനിറ്റ് സമയം അവരുടെ പഠനത്തെക്കുറിച്ചോ മാർക്കിനെക്കുറിച്ചോ സംസാരിക്കാതെ അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ഈ 15 മിനിറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി കളിക്കുകയോ ഒരു കഥ വായിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കൊടുക്കുകയോ ചെയ്യാം. ഈ സമ്മർദ്ദരഹിത സമയം നിങ്ങളുടെ കുട്ടികളോടുള്ള ബന്ധം മെച്ചപ്പെടുത്തും. കൂടാതെ അവർക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കും. ഈ 2 റെസൊല്യൂഷനുകളും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഈ വർഷം കൂടുതൽ മനോഹരവും ആഴമുള്ളതുമാക്കി മാറ്റാൻ സഹായിക്കും. നാലാമതായി, നമ്മുടെ സാമ്പത്തിക ഭദ്രത. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ജോലിയുള്ള അമ്മമാർക്കും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന 2 റെസൊല്യൂഷനുകൾ നോക്കാം. റെസൊല്യൂഷൻ 1, എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ, ഉദാഹരണത്തിന് പെട്ടെന്നുള്ള ചികിത്സാ ചെലവുകൾ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ തുടങ്ങിയ എമർജൻസി ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ആ പ്രതിസന്ധി മറികടക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തുകയാണ് ഈ എമർജൻസി ഫണ്ട്. നിങ്ങൾ ജോലിയുള്ള അമ്മയാണെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് 5% ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കുക. ഇതിനെ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയും. നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കായി ലഭിക്കുന്ന തുകയിൽ നിന്ന് എല്ലാ മാസവും ചെറിയൊരു തുക, 500 അല്ലെങ്കിൽ 1000 പോലെയുള്ള ഒരു ചെറിയ തുക ഒരു കുടുക്കയിലോ പ്രത്യേക അക്കൗണ്ടിലോ മാറ്റിവെക്കുക. ഈ തുക അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പിക്കുക. ഒരു 6 മാസം നിങ്ങൾ ഇത് തുടർന്നാൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് അനുഭവപ്പെടും. റെസൊല്യൂഷൻ 2, പുതിയ വരുമാന മാർഗം കണ്ടെത്തുക. വീട്ടിലിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം 1 മണിക്കൂർ സമയം കണ്ടെത്തി നമുക്ക് സ്വന്തമായി ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ജോലിയുള്ള അമ്മയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ജോലിക്ക് പുറമെ
ഓൺലൈനിൽ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പാർട്ട് ടൈം വരുമാന സാധ്യത കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ അറിയുന്ന ഒരു കാര്യമുണ്ടാകില്ലേ? ചിലപ്പോൾ നന്നായി തയ്ക്കാൻ അറിയാമായിരിക്കും, അല്ലെങ്കിൽ പഠനയോഗ്യതയുള്ളവർക്ക് ഓൺലൈനിൽ ട്യൂഷൻ എടുക്കാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. നിങ്ങളുടെ ഈ കഴിവ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് വരുമാനം നേടാൻ ശ്രമിക്കുക. ഓർക്കുക, വലിയ വരുമാനം ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ സ്വന്തം പോക്കറ്റ് മണി കണ്ടെത്താൻ കഴിഞ്ഞാൽ പോലും അത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ഈ 2 റെസൊല്യൂഷനുകളും ഈ വർഷം തന്നെ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കണം. ഇങ്ങനെ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി ചെറിയ ചുവടുകൾ വയ്ക്കാം. അടുത്തതായി നമുക്ക് എങ്ങനെയാണ് റെസൊല്യൂഷൻ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നോക്കാം. അതിനുവേണ്ടി സ്മാർട്ട് രീതി. വെറുതെ ലക്ഷ്യങ്ങൾ വെച്ചാൽ പോരാ, അവ സ്മാർട്ട് ആയിരിക്കണം. യെസ്, സ്പെസിഫിക്, കൃത്യമായ. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുക. നന്നായി പഠിക്കും എന്നതിന് പകരം എല്ലാ ദിവസവും 50 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. എം, മെഷറബിൾ, അളക്കാൻ കഴിയുന്ന. എത്രത്തോളം ചെയ്തു എന്ന് അളക്കാൻ കഴിയണം. ഒരു മാസം 2 കിലോ വെയിറ്റ് കുറയ്ക്കും എന്നിങ്ങനെ. എ, അച്ചീവബിൾ, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന. ഒറ്റയടിക്ക് വലിയ ലക്ഷ്യങ്ങൾ വെച്ച് മടുക്കരുത്. ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കും എന്നതിന് പകരം ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കും. ആർ, റിലവന്റ്, നിങ്ങൾക്ക് പ്രധാനം. ഈ ലക്ഷ്യം നിങ്ങൾക്ക് വ്യക്തിപരമായി സന്തോഷം നൽകുന്നതായിരിക്കണം. ടി, ടൈം ബൗണ്ട്, സമയം നിശ്ചയിച്ചത്. എന്നത്തേക്ക് ഇത് പൂർത്തിയാക്കണം എന്ന് കൃത്യമായി ഒരു തീയതി വയ്ക്കുക. അടുത്തതായി വിജയിക്കാൻ ഒരു രഹസ്യ ഉപദേശം. റെസൊല്യൂഷനുകൾ തകർന്നു പോകാതിരിക്കാൻ ഒരു കാര്യം ചെയ്യുക. ഒരു റെസൊല്യൂഷനിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരുപാട് റെസൊല്യൂഷനുകൾ എടുത്ത് സ്വയം സമ്മർദ്ദത്തിലാക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്ന ഒരൊറ്റ റെസൊല്യൂഷൻ ഈ വർഷം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ചെറിയ ചുവടുകൾ എടുക്കുക. റെസൊല്യൂഷൻ 365 ചെറിയ ചുവടുകളായി ഭാഗിക്കുക. ആദ്യത്തെ ആഴ്ചയിൽ 15 മിനിറ്റ് നടക്കുക, അടുത്ത ആഴ്ചയിൽ 20 മിനിറ്റ്. ഇങ്ങനെ മെല്ലെ മെല്ലെ ലക്ഷ്യത്തിലേക്ക് എത്തുക. ക്ഷമയോടെ കാത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യം തെറ്റാം. വിഷമിക്കേണ്ട. അടുത്ത ദിവസം പുതിയ ഊർജത്തോടെ വീണ്ടും തുടങ്ങുക. സ്വയം സ്നേഹിക്കുക. ഈ തിരക്കുകൾക്കിടയിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് വലിയ കാര്യമാണ്. അതിന് സ്വയം അഭിനന്ദിക്കുക, സ്വയം സ്നേഹിക്കുക. പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. എല്ലാവർക്കും സന്തോഷകരമായ പുതുവർഷം നേരുന്നു. താങ്ക് യു.